അത് ആന്റി കൺവേർഷൻ ബിൽ, റിലീജിയസ് ആക്ടിന്റെ പേരിൽ ആന്റി കൺവേർഷൻ ബില്ലിൽ പേര് കൂടിയാണ് FIRൽ. ഇതിൽ തീർച്ചയായിട്ടും ക്രൈസ്തവരുടെ ഒരു ഭരണഘടന, മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ക്രിസ്ത്യൻ വേഷത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ തന്നെ അത് ഒരു കാരണമാക്കി മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രീതിയിൽ ഛത്തീസ്ഗഡിൽ ഈ പ്രവർത്തിച്ചത് അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മതസ്വാതന്ത്ര്യത്തിന് തന്നെയുള്ള ഒരു ഗൗരവമായിട്ടുള്ള തെറ്റാണ്. അതുകൊണ്ടാണ് ഈ വിഷയം ഞങ്ങൾ ഇപ്പോൾ CBCIയുടെ പേരിൽ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലും ഹോം മിനിസ്റ്റർ ഓഫീസിലും പിന്നെ നമ്മുടെ പല നമ്മുടെ മുൻ മന്ത്രിമാരായിരുന്നവര്, ഇപ്പോഴത്തെ മന്ത്രി, MP, കേരളത്തിലുള്ള MPമാരോടൊക്കെ പറഞ്ഞു നിങ്ങൾ ഇതിൽ ഇടപെടണം. ഒന്ന്, ഇത് ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. രണ്ട്, ഇവിടെ ഈ പ്രവർത്തനങ്ങളിൽ തന്നെ ഇവിടെ SC ST ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ട് ആരെങ്കിലും ഒരാൾ ക്രിസ്ത്യനായി കഴിഞ്ഞാൽ അതിനാൽ തന്നെ അവരുടെ ട്രൈബൽ ST ആനുകൂല്യങ്ങളും SC ആനുകൂല്യവും നഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാനിപ്പോൾ ക്രിസ്മസിന് പ്രൈം മിനിസ്റ്റർ ഞങ്ങളുടെ ഓഫീസിൽ വന്നിരുന്നു. ക്രിസ്മസ് ആഘോഷത്തിന് പ്രൈം മിനിസ്റ്റർ മോദിജി ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കാണാൻ തന്നെ പ്രൈം മിനിസ്റ്റർ കാണാനുണ്ട്. ഈ അവസരത്തിലൊക്കെ ഞങ്ങൾ പറഞ്ഞത് ഈ ക്രിസ്ത്യൻ മതം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു വിദേശ മതമായിട്ടാണ് ഇപ്പോഴും നമ്മൾ ഇന്ത്യയിൽ കാണുന്നത്. 2000 കൊല്ലത്തെ പഴക്കമുള്ള ഇന്ത്യയുടെ തന്നെ മതമാണ്. മറ്റു പല ക്രൈസ്തവ രാജ്യങ്ങളും ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ക്രിസ്ത്യൻ മതമായിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ ആനുപാതികമായി രാഷ്ട്രനിർമ്മിതിക്ക് സംഭാവന നൽകിയിട്ടുള്ള സമുദായമാണ്. അത് വിദ്യാഭ്യാസ കാര്യത്തില്, ആതുര ശുശ്രൂഷ കാര്യത്തില്, സാമൂഹിക ഉത്കർഷത്തിന്, സോഷ്യൽ അപ്ലിഫ്റ്റിന്റെ കാര്യത്തിലൊക്കെ ഈ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് ഇത്രമാത്രം പാവപ്പെട്ടവർക്ക് വേണ്ടി ശുശ്രൂഷിച്ചു. പണ്ട് നേരത്തെ കുഷ്ഠരോഗികളുണ്ടായിരുന്നു, അവരൊക്കെ ശുശ്രൂഷിച്ചിരുന്നതാണ്. അങ്ങനെയുള്ള സിസ്റ്റേഴ്സിനെ സിസ്റ്ററായി കണ്ടു. ഉടനെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇത് ആന്റി കൺവേർഷൻ ബില്ല് ആരോപിച്ച് അവർ ജയിലിൽ അടയ്ക്കുക. ഇത് ഞാനിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പറയുന്നില്ല, പക്ഷെ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കപ്പെടണം. ഇത് നേരത്തെ ജബൽപൂരിൽ ഇതുപോലെ തന്നെ ഒരു അച്ഛനെ ആക്രമിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നമുക്ക് സഹായം തേടാനുള്ളത് നമ്മുടെ ഗവൺമെന്റ് നടത്തുന്നവർ തന്നെയാണ്. അപ്പോഴും ഇപ്പോഴത്തെ സർക്കാരിന്റെ ആളുകളെ തന്നെ വിളിച്ച് അവര് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ അതിൽ നിന്ന് അച്ഛനെ ആക്രമിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഒരു മഠം അവർ തല്ലിപ്പൊളിക്കുന്നു പറഞ്ഞിരുന്നു ജബൽപൂര്, അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് രാവിലെ റായ്പൂരിലെ ആർച്ച് ബിഷപ്പ് തന്നെ വിളിച്ചിരുന്നു, ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ല നമ്മൾ പറയണേ, ഭാരതം ആര് ഭരിച്ചാലും അവര് മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള നാടാണ്, അത് സംരക്ഷിക്കപ്പെടണം. അപ്പോൾ ഇപ്പൊ ന്യായീകരണമുണ്ട്, ചില ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ, എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ചെയ്യുന്നെന്നുള്ളത്. അതില്ലാതാക്കാൻ എല്ലാവരും ബന്ധപ്പെടണം. അത് മണിപ്പൂരിൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ അമിത്ഷാജിയോടും പ്രൈം മിനിസ്റ്ററോടും നേരിട്ട് പറഞ്ഞു, ഇവിടെ മതത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം, മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് ഒരു ജാതിയുടെ പേരിൽ, SCയുടെ പേരിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നു, നേരത്തെ ചിലപ്പോൾ നമുക്കിപ്പോ കേരളത്തിലത്തെ MPമാരൊക്കെ, അല്ലെങ്കിൽ ക്രൈസ്തവ MPമാരൊക്കെ ഒന്നിച്ചുകൂടി ഇന്ന് പാർലമെന്റിൽ ഇത് വിഷയം അവതരിപ്പിച്ചു. അവർ ഈ വിഷയം അവതരിപ്പിച്ചതിന് നന്ദിയുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MPമാരിൽ പലരും, ഇൻക്ലൂഡിങ് BJP MPയോട് അടക്കം സംസാരിച്ചു. അവരോടൊക്കെ ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആരോടും വിരോധമൊന്നുമില്ല. പക്ഷേ 2000 കൊല്ലത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവ മതത്തിന് നിലനിൽക്കാനും പ്രവർത്തിക്കാനും ഭരണഘടന സംരക്ഷിക്കപ്പെടാനും എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അപ്പൊ ഈ വിഷയത്തില് മാധ്യമങ്ങൾ എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാരതത്തിന്റെ ഭരണഘടനയും ഭാരതത്തിന്റെ കൂട്ടായ്മയും മതസ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ഈ ഭാരതത്തിന് ഭരണഘടനയ്ക്ക് അനുസൃതമായി ക്രൈസ്തവർക്കും ഭാരതത്തിൽ ജീവിക്കാൻ, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ. ഇപ്പൊ സിസ്റ്റേഴ്സിന് ഇപ്പൊ ചിലർ പറഞ്ഞത് സിസ്റ്റേഴ്സ് വേഷം മാറണമെന്നാ. സിസ്റ്റർമാര്, മദർ തെരേസയെ പോലെ സിസ്റ്റർമാര് കാരുണ്യ പ്രവർത്തികളുടെ പ്രതീകങ്ങളാണ്. അതൊക്കെ മാറണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് മതസ്വാതന്ത്ര്യത്തിനുള്ള എതിരായ പ്രവർത്തനമാണ്. അതുകൊണ്ട് ചുരുക്കത്തിൽ പറയാനുള്ളത് ഇതാണ്, ഇത് ഞങ്ങൾക്ക് വളരെ വേദനാജനകമാണ്. അതുകൊണ്ട് സിസ്റ്റേഴ്സിനെ എത്രയും വേഗം ഇതിൽ നിന്ന് മോചിപ്പിക്കുകയും പിന്നെ
ഇതുപോലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ പ്രൈം മിനിസ്റ്ററോടും എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം എന്നത് തന്നെയാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അറിയിൽ പിതാവ് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളികളാണ് 2 സിസ്റ്റേഴ്സ്, ഒരാൾ കണ്ണൂരിന്ന്, ഒരാൾ അളവൂർ അലങ്കമാലിലെ അളവൂരിന്ന്. അപ്പോൾ കേരളത്തിന്റെ സാഹചര്യത്തിൽ കേരളത്തിന്റെ വേദന ഇപ്പോൾ യെസ് ഇവിടെ കേരളത്തിലെ ക്രൈസ്തവ പ്രീണനവും കേരളത്തിന് പുറത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളത്തിലും ക്രൈസ്തവര് പല ശക്തികളിൽ നിന്ന് ഞങ്ങൾക്കും ഇതുണ്ട്. 80-20 പിന്നെ ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിന്റെ കുറെ പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. അതിപ്പോ ഏത് പാർട്ടിയാണെങ്കിലും ആരാണെങ്കിലും ഇപ്പോ സെന്ററിൽ നിൽക്കുമ്പോൾ സെന്ററിൽ പല സ്ഥലങ്ങളിൽ ഛത്തീസ്ഗഡില്, MP-യില്, UP-യില് ചിലയിടത്തൊക്കെ ഉണ്ട്. മണിപ്പൂരും പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പലതും ക്രൈസ്തവർ തന്നെയാണ്. പക്ഷെ അത് വേറെ തരത്തിലുള്ള മാനങ്ങളാണ്. അപ്പോ ഞങ്ങൾക്ക് ഇന്ന പാർട്ടി എന്നില്ല. ഞങ്ങളിപ്പോ പിതാക്കന്മാര് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലല്ല. ഇപ്പോ അവരോട് പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിച്ച മുൻ മന്ത്രി, ഇതിൽ കുറെ പ്രശ്നങ്ങൾ പരിഹരിച്ച മുൻ മന്ത്രി ഇപ്പോഴും ഇടപെട്ടിട്ടുണ്ട്, നേരത്തെ ഇടപെട്ടിട്ടുണ്ട്. അവരോട് നന്ദിയുണ്ട്. അതേ സമയത്ത് ഈ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവര് ബജർദംഗ് പോലെയുള്ള ഇങ്ങനെയുള്ള ഫ്രിഞ്ച് ഗ്രൂപ്പ് എന്ന് പറയില്ല, അങ്ങനെ അവരെ നിയന്ത്രിക്കാതിരിക്കുന്നതും ശരിയല്ല. ഇത്രയാണ്. ഞങ്ങൾക്ക് എല്ലാവരും സാധിക്കുന്ന രീതിയിൽ ഇപ്പൊ കിട്ടിയ ചാൻസില്, ഇപ്പോ കഴിഞ്ഞ ക്രിസ്മസിന് കിട്ടിയ ചാൻസില്, അതിന് ജൂലൈയില് പ്രൈം മിനിസ്റ്ററോട് നേരിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ. പ്രൈം മിനിസ്റ്റർ മോദിജിയെ കണ്ടിട്ടുണ്ട്. പിന്നെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയെ എല്ലാ ദിവസവും എല്ലാവർക്കും കാണാൻ പറ്റും. നിങ്ങൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട്, അമിത്ഷാജിയുടെ ഓഫീസിൽ CBCI എന്ന് അറിയിച്ചിട്ടുണ്ട്. നേരിട്ട് എല്ലായിടത്തും എപ്പോഴും പറ്റുന്ന പ്രായോഗികമല്ല അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ ശൈലിക്ക് ഞാൻ പ്രതികരിക്കേണ്ടവനല്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് കേരളത്തിലുള്ളവരോട് പറയുക, സെൻട്രലിലുള്ളവർ പറയുക, ഭരിക്കുന്ന സർക്കാരുകളോട് പറയുക, എല്ലാ MLA-മാരോടും MP-മാരോട് പറയുക. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരോടാണ് ഞങ്ങളിപ്പോ പറയുന്നത്. കേരളത്തിന്റെ ഭാരതത്തിന്റെ ഭരണഘടനയും മതസ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുന്നത് എല്ലാവരോടും പറയുന്നുണ്ട്. BJP-യോട് മാത്രമല്ല, കോൺഗ്രസിനോട് മാത്രമല്ല, എല്ലാവരോടും പറയുന്നുണ്ട്. അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.